നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ത്യയെ റഷ്യയിൽ നിന്ന് അകറ്റാനായി പതിറ്റാണ്ടുകളായി നടത്തിയ പരിശ്രമങ്ങളാണ് ട്രംപ് ഒറ്റയടിക്ക് ഇല്ലാതാക്കിയത്. റഷ്യ ഇന്ത്യ പൂർണ്ണ തോതിൽ കൈകൊടുത്താൽ ആ ശക്തി ലോകം ഭരിക്കും. അമേരിക്ക പിന്നിലേക്ക് തള്ളപ്പെടും. ലോക പോലീസ് എന്ന അമേരിക്കയുടെ തലയെടുപ്പ് അന്ന് അവസാനിക്കും. തീരുവ യുദ്ധത്തിൽ ട്രംപ് ഇന്ത്യയെ ചൊടിപ്പിച്ചത് അമേരിക്കയുടെ നാശത്തിന്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് മുൻ US ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടൺ. ഷാങ്ഹായ് ഉച്ചകോടിയിൽ ഇന്ത്യ ചൈന റഷ്യ സൗഹൃദം ശക്തിപ്പെട്ടതിന്റെ ലക്ഷണങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് ജോൺ ബോൾട്ടൺ ട്രംപിനെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നത്. ശീതയുദ്ധകാലം മുതൽ ഇന്ത്യയും റഷ്യയുടെ മുൻഗാമിയായ സോവിയറ്റ് യൂണിയനും തമ്മിലുള്ള ബന്ധം പൊളിക്കാൻ പാശ്ചാത്യ രാജ്യങ്ങൾ പതിറ്റാണ്ടുകളായി പരിശ്രമിക്കുകയായിരുന്നു. ഇതിനൊപ്പം ചൈനീസ് ഭീഷണിയെപ്പറ്റി ഇന്ത്യയെ ബോധ്യപ്പെടുത്താനുള്ള ശ്രമങ്ങളും നടത്തി. പതിറ്റാണ്ടുകളായി നടത്തിയ ഈ ശ്രമങ്ങളെയെല്ലാം ട്രംപിന്റെ തീരുവ നയങ്ങൾ നിഷ്പ്രഭമാക്കിയെന്ന് ജോൺ ബോൾട്ടൺ വിമർശിച്ചു. യുക്രൈൻ റഷ്യ യുദ്ധം അവസാനിപ്പിക്കുന്നത് യുക്രൈനിന്റെ പരമാധികാരവും അതിന്റെ അതിർത്തികളും നിലനിർത്തിക്കൊണ്ടാകണമെന്നും ജോൺ ബോൾട്ടൺ പറഞ്ഞു. അല്ലാതെയുള്ള ഏതൊരു നീക്കവും അന്താരാഷ്ട്ര തലത്തിൽ തിരിച്ചടി ഉണ്ടാക്കുമെന്ന് ജോൺ ബോൾട്ടൺ ഇപ്പോൾ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത്. ട്രംപിന് നയതന്ത്രത്തെപ്പറ്റി ഒന്നും അറിയില്ലെന്നും അതുകൊണ്ട് കിഴക്കൻ ഏഷ്യയിൽ ചൈന സാഹചര്യങ്ങളെ അവർക്കനുകൂലമാക്കി മാറ്റിയെന്നും ജോൺ ബോൾട്ടൺ വിമർശിച്ചു. ട്രംപിന്റെ കടന്ന കൈ പ്രയോഗങ്ങൾ അസ്ഥാനത്തായി പോയി എന്ന് ഇപ്പോൾ വിമർശനം ശക്തമാകുകയാണ്. ട്രംപിനെതിരെ അമേരിക്കയിൽ അതിരൂക്ഷ വിമർശനങ്ങൾ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ജോൺ ബോൾട്ടൺ മാത്രമല്ല, പല വിദഗ്ധരും ട്രംപിനെ എടുത്തിട്ട് കുടയുന്നുണ്ട്. സ്വകാര്യ താൽപര്യങ്ങൾക്ക് വേണ്ടിയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം ബലികഴിച്ചത് എന്ന ഗുരുതര ആരോപണവുമായി മുൻ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് ജെയ്ക് സള്ളിവനും രംഗത്ത് വന്നിട്ടുണ്ട്. പാകിസ്ഥാനിലുള്ള തന്റെ കുടുംബത്തിന്റെ ബിസിനസ് ഇടപാടുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിനായാണ് ട്രംപ് ഇങ്ങനെയൊരു കടുംകൈക്ക് മുതിർന്നത് എന്നാണ് ജെയ്ക് സള്ളിവന്റെ വെളിപ്പെടുത്തൽ. ട്രംപിന്റെ വിദേശ നയങ്ങളിലെ മറ്റാരും കാണാത്ത ഇരുണ്ട വശമായാണ് മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബൈഡന്റെ കാലത്തെ ഈ ഉദ്യോഗസ്ഥൻ വിശേഷിപ്പിച്ചത്. മെയ്ദാസ് ടച്ച് എന്ന യൂട്യൂബ് ചാനലിൽ അതിഥിയായി എത്തിയപ്പോഴായിരുന്നു അഭിഭാഷകൻ കൂടിയായ സള്ളിവൻ ഇങ്ങനെയൊരു ആരോപണം ഉന്നയിച്ചത്. പതിറ്റാണ്ടുകളായി കക്ഷിഭേദമന്യേ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയുമായുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ US പ്രവർത്തിച്ചു വരികയായിരുന്നു. സാങ്കേതിക വിദ്യ, പ്രതിഭ, സാമ്പത്തികം, ചൈനയുടെ തന്ത്രപരമായ നീക്കങ്ങളെ പ്രതിരോധിക്കൽ എന്നിവയിൽ USുമായി ഒരുമിച്ച് നിൽക്കേണ്ട രാജ്യമാണ് ഇന്ത്യ. ഈ രംഗത്ത് കാര്യമായ പുരോഗതിയും US കൈവരിച്ചിരുന്നുവെന്നും സള്ളിവൻ പറഞ്ഞു. എന്നാൽ ട്രംപിന്റെ കുടുംബവുമായി ബിസിനസ് ഇടപാടുകളിൽ ഏർപ്പെടാൻ പാകിസ്ഥാൻ കാണിക്കുന്ന സന്നദ്ധതയ്ക്കാണ് ട്രംപ് പ്രാധാന്യം കൊടുക്കുന്നത്. ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധത്തെ അവഗണിച്ചതിനുള്ള പ്രധാന കാരണം ഇതാണ്. നയതന്ത്രപരമായി ഇതൊരു വലിയ തിരിച്ചടിയാണ്. കാരണം USന്റെ സുപ്രധാനമായ പല താൽപര്യങ്ങളും സംരക്ഷിക്കുന്നതിന് ശക്തമായ ഇന്ത്യ-US പങ്കാളിത്തം അത്യന്താപേക്ഷിതമാണെന്നും ജെയ്ക് സള്ളിവൻ കൂട്ടിച്ചേർത്തു. ഇന്ത്യക്ക് മേൽ 50% തീരുവ ചുമത്താനായി വ്യാപാര കമ്മി, റഷ്യൻ എണ്ണ വാങ്ങൽ എന്നിവയാണ് US കാരണമായി പറയുന്നത്. എന്നാൽ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പരസ്യമാക്കിയതുപോലെ 4 ദിവസം നീണ്ട ഇന്ത്യ പാക് യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചു എന്ന ട്രംപിന്റെ നുണയെ ഇന്ത്യ തുറന്നു കാട്ടിയതാണ് അമേരിക്കൻ പ്രസിഡന്റിനെ പ്രകോപിപ്പിച്ചത്. മറുവശത്ത് പാകിസ്ഥാൻ ട്രംപിനെ സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനത്തിന് നാമനിർദ്ദേശം ചെയ്യുക മാത്രമല്ല, അദ്ദേഹത്തിന്റെ കുടുംബത്തെയും കൂട്ടാളികളെയും തങ്ങളുടെ പുതിയ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലിൽ പങ്കാളികളാക്കുകയും ചെയ്തു. പഹൽഗാം ആക്രമണത്തിന് ദിവസങ്ങൾക്ക് ശേഷം ട്രംപിന്റെ കുടുംബത്തിന്റെ പിന്തുണയുള്ള വേൾഡ് ലിബർട്ടി ഫിനാൻഷ്യൽ പാകിസ്ഥാൻ ക്രിപ്റ്റോ കൗൺസിലുമായി കരാറിൽ ഒപ്പുവെച്ചു. ഇന്ത്യക്കെതിരെ പാകിസ്ഥാനെ ട്രംപ് അനുകൂലിച്ചതിന്റെ ഫലമായാണ് ഒരു പാകിസ്ഥാനി സംരംഭത്തിലുള്ള ട്രംപ് കുടുംബത്തിന്റെ ഈ പങ്കാളിത്തത്തെ സള്ളിവൻ ഉൾപ്പെടെയുള്ള വിദഗ്ധർ കാണുന്നത്. ജർമ്മനിയോ ജപ്പാനോ കാനഡയോ ആണെന്ന് സങ്കല്പിക്കുക. ഇത് നടക്കുന്നത് കാണുമ്പോൾ നാളെ ഇത് നമ്മളാവാം എന്ന് അവർ ചിന്തിക്കും. USനെതിരെ ഒരു പ്രതിരോധം തീർക്കണമെന്ന ആശയം ഇത് ശക്തിപ്പെടുത്തും. നമ്മുടെ സഖ്യകക്ഷികൾക്ക് ഒരു തരത്തിലും ഞങ്ങളെ ആശ്രയിക്കാൻ കഴിയില്ലെന്ന് ബോധ്യമായാൽ അത് അമേരിക്കൻ ജനതയുടെ ദീർഘകാല താൽപര്യങ്ങൾക്ക് നല്ലതല്ല. ട്രംപ് ഇന്ത്യയുമായുള്ള ബന്ധം തകർത്തതിനെക്കുറിച്ച് സള്ളിവൻ കുറ്റപ്പെടുത്തി. ഇന്ത്യ-US ബന്ധത്തിൽ ഇപ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ ലോകമെമ്പാടുമുള്ള അമേരിക്കയുടെ എല്ലാ ബന്ധങ്ങളിലും പങ്കാളിത്തങ്ങളിലും നേരിട്ടും അല്ലാതെയുമുള്ള പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും സള്ളിവൻ മുന്നറിയിപ്പ് നൽകി. ഇന്ത്യക്ക് നേരെ ട്രംപ് പുറത്തെടുത്ത എല്ലാ നയങ്ങളും എല്ലാ രീതിയിലും അമേരിക്കയെ തിരിച്ചടിക്കുന്നതാണ് എന്നാണ്
അമേരിക്കയുടെ മുൻ ഉപദേഷ്ടാക്കൾ ഉൾപ്പെടെ ഇപ്പോൾ വ്യക്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. ഷാങ്ഹായി ഉച്ചകോടിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പുടിനുമായും ചൈനയുമായും കൈകൊടുത്തത് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്കയെ ഞെട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ വിമർശനങ്ങളും അനുനയ നീക്കങ്ങളും ഒക്കെയായിട്ട് ഇന്ത്യക്ക് നേരെ വരികയാണ് അമേരിക്ക. നരേന്ദ്രമോദി റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനുമായും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നടത്തിയ കൂടിക്കാഴ്ചയെ ലജ്ജാകരമെന്നാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഉപദേഷ്ടാവ് പീറ്റർ നവാരോ കുറ്റപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യയോടൊപ്പമല്ല, US-നോടൊപ്പം നിൽക്കണമെന്ന് മോദി മനസ്സിലാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായും നവാരോ പറഞ്ഞു. യുക്രൈൻ യുദ്ധത്തെ പീറ്റർ നവാരോ മോദിയുടെ യുദ്ധം എന്ന് വിശേഷിപ്പിച്ചത് നേരത്തെ വലിയ വിവാദമായിരുന്നു. റഷ്യയിൽ നിന്ന് ഇന്ത്യ എണ്ണ വാങ്ങുന്നത് റഷ്യൻ സൈന്യത്തെ സഹായിക്കുന്നതായും ഇത് US നികുതിദായകനുമേൽ അധിക ഭാരം ചുമത്തുന്നുവെന്നും നവാരോ ആരോപിച്ചിരുന്നു. ഇന്ത്യ ഈടാക്കുന്നത് ഉയർന്ന തീരുവയാണെന്നും അത് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല എന്നും വിമർശനവും ഉയർത്തിയിരുന്നു. ഇന്ത്യ ചൈന റഷ്യ ബന്ധം കൂടുതൽ ശക്തമാകുന്നതിന്റെ സൂചനകൾ നൽകിയാണ് ഷാങ്ഹായ് സഹകരണ കൂട്ടായ്മ ഉച്ചകോടി സമാപിച്ചത്. US-ന്റെ തീരുവ യുദ്ധത്തെ പ്രതിരോധിക്കാൻ ശക്തമായ കൂട്ടായ്മ വേണം എന്ന ആഹ്വാനമാണ് US-നെ നേരിട്ട് പരാമർശിക്കാതെ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ് നടത്തിയത്. പ്രിയ സുഹൃത്ത് എന്നാണ് റഷ്യൻ ഭാഷയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ പുടിൻ അഭിസംബോധന ചെയ്തത്. ഇന്ത്യ റഷ്യൻ എണ്ണ വാങ്ങുന്നതിന്റെ പേരിലുള്ള US-ന്റെ ഇരട്ട തീരുവ പ്രഖ്യാപനത്തിന് ശേഷമുള്ള ഇരുവരുടെയും ആദ്യ കൂടിക്കാഴ്ചയായിരുന്നു ഇത്. US ഭീഷണിക്കിടയിലും വ്യാപാര ഇടപാടുകൾ കൂടുതൽ ഊർജിതമാക്കുന്നതിനുള്ള വഴികൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുകയും ചെയ്തിരുന്നു. ഒരു തരത്തിലും ഇന്ത്യ റഷ്യയുമായുള്ള ബന്ധം അവസാനിപ്പിക്കുന്നില്ല എന്ന് കണ്ടതോടുകൂടി ഇപ്പോൾ അനുനയ നീക്കങ്ങളുമായും അമേരിക്ക രംഗത്തേക്ക് വന്നിട്ടുണ്ട്. ഇന്ത്യ റഷ്യയുമായി കൂടുതൽ കരാറുകളിലേക്ക് കടക്കുന്നത് US-ന് ഇടുത്തി തന്നെയാണ്. അത് മനസ്സിലാക്കി മോദി പുടിൻ ചർച്ചയ്ക്ക് പിന്നാലെ ഇന്ത്യയെ ഒന്ന് സോപ്പിടാനുള്ള നീക്കമായി ട്രംപ് ഓരോരുത്തരെയായിട്ട് കളത്തിലേക്ക് ഇറക്കിയിട്ടുണ്ട്. തീരുവ വിഷയത്തിൽ ഇന്ത്യയുമായുള്ള ഭിന്നത പരിഹരിക്കാനാകും എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരു പ്രഖ്യാപനം വന്നിരിക്കുന്നത്. എന്നാൽ ഇതുവരെ അങ്ങനെ ആയിരുന്നില്ല. ഷാങ്ഹായ് ഉച്ചകോടി നടക്കുന്നതിന് മുൻപ് വരെ ഇന്ത്യക്ക് നേരെ കടുത്ത വിമർശനങ്ങളും അധിക തീരുവ ഭീഷണിയും കൊണ്ട് അമേരിക്ക കളം നിറയുകയായിരുന്നു. എന്നാൽ ഷാങ്ഹായ് ഉച്ചകോടി കഴിഞ്ഞതോടുകൂടി ഇപ്പോൾ ഇന്ത്യയെ സോപ്പിടണം എന്ന ലെവലിലേക്ക് ഈ പറയുന്ന അമേരിക്ക എത്തിയിരിക്കുന്നു. ജനാധിപത്യ രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യക്ക് കൂടുതൽ അടുപ്പം അമേരിക്കയോടെന്ന് US ട്രഷറി സെക്രട്ടറി സ്കോട്ട് ബസന്റ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഷാങ്ഹായ് ഉച്ചകോടിയിലെ സൗഹൃദ കാഴ്ച പ്രകടനാത്മകം എന്നാണ് ബസന്റ് വിശേഷിപ്പിച്ചത്. പക്ഷേ ഇതല്ലല്ലോ അണ്ണൻ നേരത്തെ പറഞ്ഞത്. ഇന്ത്യക്കെതിരെ കൂടുതൽ താരിഫ് ചുമത്തുമെന്നായിരുന്നു. അതിനെക്കുറിച്ച് ട്രംപ് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നൊക്കെയാണ് ബസന്റ് പറഞ്ഞത്. അത്തരത്തിലൊരു ഭീഷണിയായിരുന്നു നടത്തിയത്. എന്നാൽ ഇപ്പോൾ നിന്ന നിൽപ്പിൽ ബസന്റ് പ്ലേറ്റ് മാറ്റിയിട്ടുണ്ട്. അത് ട്രംപിന്റെ നിർദ്ദേശപ്രകാരമാണ്. ഓരോ ഉദ്യോഗസ്ഥരെയായിട്ട് രംഗത്തേക്ക് ഇറക്കി ഇന്ത്യയെ വീഴ്ത്താനുള്ള ഒരു നീക്കം, അതായത് അനുനയിപ്പിക്കാനുള്ള ഒരു നീക്കമാണ് ഇപ്പോൾ അമേരിക്ക പുറത്തെടുക്കുന്നത്. എന്നാൽ അതിനോട് താല്പര്യം പ്രകടിപ്പിക്കാൻ ഇന്ത്യ ഇനി ഒരു പച്ചക്കൊടി കാണിക്കാൻ സാധ്യത വളരെ കുറവാണ്. കാരണം റഷ്യയുമായി വലിയ സൗഹൃദ ബന്ധം, അതുപോലെ തന്നെ വ്യാപാര ബന്ധം, ആയുധ കരാറുകൾക്കൊക്കെ നീക്കങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. എന്തുകൊണ്ടും ആയുധ കരാറിൽ ഇന്ത്യക്ക് മികച്ച പിന്തുണയും ഇന്ത്യക്ക് കൂടുതൽ ഗുണകരവും റഷ്യയുമായുള്ള കരാർ തന്നെയാണ്. അതുകൊണ്ട് ഇപ്പോഴുള്ള ഈ തീരുവ യുദ്ധം ഇന്ത്യ ഒരു പിടിവള്ളി കൂടിയാക്കുകയാണ്. എന്തായാലും ട്രംപിന് വലിയ വിമർശനങ്ങൾ സ്വന്തം രാജ്യത്ത് നേരിടേണ്ടി വരികയാണ്. അതും ഇന്ത്യയെ തള്ളിപ്പറഞ്ഞതിന്റെ പേരിൽ, ഇന്ത്യയെ വിമർശിച്ചതിന്റെ പേരിൽ. വരും ദിവസങ്ങളിലും കൂടുതൽ പ്രതിഷേധങ്ങൾ ട്രംപിന് നേരെ ഉയരും എന്നാണ് വിവരങ്ങൾ. ട്രംപ് ഒരു പൊട്ടനാണ് എന്ന് അമേരിക്കൻ മാധ്യമങ്ങളും ഇപ്പോൾ വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ബൈഡന്റെയും അതുപോലെ തന്നെ ഒബാമയുടെയും ഒക്കെ സർക്കാരുകളിൽ പ്രവർത്തിച്ചിരുന്ന പല വിദഗ്ധരും ട്രംപിന്റെ ആന മണ്ടത്തരത്തെ ചോദ്യം ചെയ്യുകയാണ്. ഇത്രത്തോളം ഒരു പൊട്ടത്തരം ട്രംപ് എന്തിന് കാണിച്ചു എന്നുള്ള ചോദ്യമാണ് അവർ ഉയർത്തുന്നത്. അതായത് ഇന്ത്യയുടെ കരുത്ത് എന്താണ് എന്ന് അവർക്കെല്ലാവർക്കും കൃത്യമായ ബോധ്യമുണ്ട്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.